ഉണ്ണി നമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോണ പട്ടമാണ് ഇറാഖ് വാറോ. ഇതിലൊന്നും പെടാത്തൊരു വാറ. കഥ തുടങ്ങുന്നത് ജപ്പാനിലെ തണുപ്പുള്ള ഒരു രാത്രി. അവിടെ ഒരു 90 കഴിഞ്ഞ വല്യപ്പന്റെ ബർത്ത്ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കടന്നു വരികയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് ആയ കബീഷ്. ഈ വല്യപ്പൻ സ്വന്തമായിട്ട് ഒരു ചെന്നായനെയൊക്കെ വളർത്തുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ വല്യപ്പന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഗുണ്ട വന്നിട്ട് പറയും, പുറത്തൊരുത്തൻ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാത്തിനെയും പഞ്ഞിക്കിട്ടോണ്ടിരിക്കുകയാണെന്ന്. ഇത് കേട്ട ഉടനെ നമ്മുടെ ചെന്നായക്ക് കലിയളകും. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ മുതലാളിനെ തൊടാനായിട്ട് ചെന്നായ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കബീഷ് അവിടെ നിൽക്കുന്നു. കബീഷിന്റെ മസിലും കണ്ണൊക്കെ കണ്ടിട്ട് ചെന്നായ അങ്ങോട്ട് പേടിക്കും. എന്നിട്ട് ഈ മാനം കെട്ട ചെന്നായ അവന്റെ ഒപ്പം സ്ലോ മോഷനിൽ നടന്നു ചൈനക്കാരന് എത്ര കിലോ ചോറ് നിനക്ക് തന്നിട്ടുണ്ടാവും. എന്റെ ഒരു ചാക്ക അരിയുടെയും ഒരു ചാക്ക് ഉപ്പിന്റെയും നന്ദിയെങ്കിലും കാണിച്ചോളാം ചെന്നായ പട്ടി. എന്താണ് തുറച്ചു നോക്കുന്നത്? എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അവിടെയുള്ള വല്യപ്പന്റെ ആൾക്കാരെ മൊത്തം നമ്മുടെ കബീഷ് അടിച്ച് റോട്ടിയാകും. നമ്മുടെ കബീഷ് പഴയ പോലെ സീക്രട്ട് ഏജന്റ് അല്ല, ഇപ്പൊ കബീഷ് ഒരു അസാസിനാണ്. ഈ അസാസിൻ ഗ്രൂപ്പിന് വേണ്ടിയാണ് ഇപ്പൊ നമ്മുടെ കബീഷ് ഈ 90 കഴിഞ്ഞ വല്യപ്പനെ കൊല്ലാൻ വന്നിരിക്കും. അങ്ങനെ നമ്മുടെ കബീഷ് ആ കളവരെയും തട്ടി അവിടെ മൊത്തം കത്തിച്ച് അവിടുന്ന് സ്ഥലം വിടും. ഈ കബീഷിന്റെ സ്ഥിരം പരിപാടിയാണ് ഇന്ത്യ പറ്റിച്ചെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഗ്രൂപ്പിൽ ചേരുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യ ഫസ്റ്റ് എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് ചേരുക. ഇവനെന്താ ഓന്നിട്ട കുഞ്ഞാ ഇങ്ങനെ മാറ്റി മാറ്റി പറയാനായിട്ട്. എന്നിട്ട് ഇവനെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിലൊക്കെ എടുക്കുന്ന മണ്ടന്മാരാരുടെ ഇപ്രാവശ്യം റോനെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് കലി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ചെന്ന് കയറും. കബീഷിന്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കലി ഗ്രൂപ്പ് റോ ചീഫിനെ കൊല്ലാൻ പറയും. ഈ കബീഷിനെ കലിയുടെ ഗ്രൂപ്പിൽ ചെന്ന് ചേരാനുള്ള ഐഡിയ കൊടുത്ത് തന്നെ ഈ റോ ചീഫാണ്. ഇവർ ഞാൻ എന്തിനു ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ കബീർ നമ്മുടെ റോ ചീഫിനെ പടവാക്കും. റോ ചീഫിന്റെ മകളാണ് നമ്മുടെ കൈറ അദ്വാനി. പേര് കാവ്യ. ഈ കാവ്യ നമ്മുടെ കബീഷുമായിട്ട് പണ്ട് ലവ് ആയിരുന്നു. ഇവളുമായിട്ട് നാടുനീല കറങ്ങലായിരുന്നു നമ്മുടെ കബീഷിന്റെ മെയിൻ പരിപാടി. എന്നിട്ട് ഇവള് കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കബീർ മാങ്കൂട്ടം ഇവടുത്ത് പറയും, ഞാൻ സീക്രട്ട് ഏജന്റ് ആണ്, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന്. ഇതൊക്കെ നീ അവളുടെ കൂടെ പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നടാ. കാവ്യ ഒരു മാന്യ സ്ത്രീ ആയതുകൊണ്ട് ഇവൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തില്ല. റോ ചീഫിനെ കൊന്ന കബീഷിനെ പിടിക്കാനായിട്ട് വരുന്ന സ്പെഷ്യൽ ഓഫീസറാണ് നമ്മുടെ രഘു ഫസ്റ്റ്. ഈ രഘു ഫസ്റ്റിന് എന്ത് കാര്യത്തിനായാലും പുള്ളിക്ക് ഫസ്റ്റ് പ്ലേസ് വേണം. ടിക്കറ്റ് എടുക്കാൻ നിന്നാൽ അവിടെ ഫസ്റ്റ് പ്രൈസ്, മൂത്രമൊഴിക്കാൻ നിന്നാൽ പോലും അതിന് ഫസ്റ്റ് പ്രൈസ് വേണം പുള്ളി. അങ്ങ് പുറംകടലിൽ കുറച്ച് തീവ്രവാദികൾ ചേർന്ന് നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സിനെ പിടിച്ചു വെച്ചിരിക്കണം. അവിടേക്ക് രക്ഷകനായി വരികയാണ് നമ്മുടെ രഘു ഫസ്റ്റ്. തീവ്രവാദികളുടെ സ്ഥലത്തേക്ക് ഡ്രോണിൽ തൂങ്ങിക്കിടന്നാണ് നമ്മുടെ രഘു പോണത്. അവിടേക്ക് CGI 6 പാക്കുമായിട്ട് വരികയാണ് നമ്മുടെ രഘു ഫസ്റ്റ്. അവിടെയുള്ള തീവ്രവാദികളെ മൊത്തം നമ്മുടെ രഘു ഫസ്റ്റ് അടിച്ച് റൊട്ടിയാകും. എന്നിട്ട് അവിടെയുള്ള സോൾജേഴ്സിനെ രക്ഷിച്ച് ആ കപ്പൽ മൊത്തം തീയിട്ട് രഘു ഫസ്റ്റ് അവിടുന്ന് വരും. ഇതാണ് രഘു ഫസ്റ്റിന്റെ ഇൻട്രോ. കബീഷിനെ പിടിക്കാനായിട്ട് കബീഷിന്റെ സ്റ്റെപ്പ് ഡോട്ടറെ ഫോളോ ചെയ്ത് വരും നമ്മുടെ രഘു ഫസ്റ്റ്. രഘു ഫസ്റ്റ് ഫോളോ ചെയ്യണ കാര്യം കബീഷിന് മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് മുട്ടൻ ചേസാണ്. കബീഷ് ട്രെയിനിന്റെ മണ്ടേ കൂടെ വണ്ടി ഓടിക്കുന്നു, രഘു ഫസ്റ്റ് ട്രെയിനിന്റെ മണ്ടേ കൂടെ ഓടുന്നു. ഇവൻ ആരുടെ എന്തിരുന്ന നീയൊക്കെ ആ ട്രെയിന് പുല്ലുവെല്ലിൽ എടുക്കുന്നത്, പുല്ലുവില അന്തസ് വേണം അന്തസ്. കബീഷും മകളും അവിടുന്ന് അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെടുന്നു. അങ്ങാട്ടി ചെന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും, തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി രസപ്പെടാ. അപ്പോഴാണ് കലി കബീഷിന് മറ്റൊരു മിഷൻ കൊടുക്കുന്നത്, കേന്ദ്രമന്ത്രിയുടെ ഫാമിലിയെ മൊത്തം കൊല്ലുക. ഈ പ്ലാൻ തകർക്കാനായിട്ട് നമ്മുടെ കബീഷ് രഘു ഫസ്റ്റിനെ കണ്ട് സത്യങ്ങളെല്ലാം പറയും. എത്ര പൊറോട്ടയിറച്ചി വേണമെങ്കിൽ ഇക്ക മേടിച്ചരാ, ഇക്കന്റെ കൂടെ നിക്കണമെന്ന് പറയും. മനുഷ്യരല്ലേ പുള്ളേ. രഘു പറയും, പൊറോട്ട ഇറച്ചൊന്നും വേണ്ട, നമ്മുടെ കൂടെ ഒരു ഡാൻസ് കളിച്ചാൽ മതിയെന്ന്. അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ഈ രഘു ഫസ്റ്റ് കലിയുടെ ആളാണ്. രഘു ഫസ്റ്റ് കബീഷിനെ മൂട്ടനാകും. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അത് മാത്രമല്ല ഗൈസ്, നമ്മുടെ രഘു ഫസ്റ്റും കബീഷും ബാല്യകാല സുഹൃത്തുക്കളാണ്. കബീഷും രഘു ഫസ്റ്റും അനാഥരാണ്, കുണ്ടകളല്ല. ഒരിക്കൽ നമ്മുടെ കബീഷിനെ ബുള്ളി ചെയ്തിരുന്ന ഗ്യാങ്ങിൽ നിന്ന് നമ്മുടെ രഘു ഫസ്റ്റ് രക്ഷിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂട്ടുകാരാകും. ജൂനിയർ രഘു ജൂനിയർ കബീഷിനെ കക്കാനും മോട്ടിക്കാനും ഒക്കെ പഠിപ്പിക്കും. പതിവ് പോലെ രണ്ടുപേരും അകത്താകും. രണ്ടിനെയും ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടാക്കും. അവിടേക്ക് നമ്മുടെ റോ ചീഫ് വരും. എന്നിട്ട് അവരിൽ നിന്ന് രണ്ടുപേരെ സോൾജർ ആക്കുമെന്ന് പറയും. തനിക്കെന്ത്ര വയ്യേ, ഈ കള്ളന്മാരിന്ന് തന്നെ തനിക്ക് സീക്രട്ട് ഏജന്റ് ഉണ്ടാകണം അല്ലേ. ഇവിടെ നടക്കുന്ന എല്ലാ കോമ്പറ്റീഷനിലും രഘു ഫസ്റ്റും കബീഷ് സെക്കൻഡും വരും.
കോമ്പറ്റീഷൻ മാത്രമല്ല, ഇവർക്ക് എല്ലാവർക്കും ഇന്റർവ്യൂ ഉണ്ടാവും. ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മുടെ രഘു ഫസ്റ്റിന്റെ കൊണേഡി കേട്ട നമ്മുടെ മേജറിന് ആകെ പരാന്താവും. ഇനി ആരെ സെലക്ട് ചെയ്താലും ഈ എംബോക്കിനെ സെലക്ട് ചെയ്യില്ലെന്ന് പുള്ളി വിചാരിക്കും. റിസൾട്ട് വരുമ്പോ രഘു ഫസ്റ്റിന് സെലക്ഷൻ ഇല്ല. രഘു ഫസ്റ്റ് മൂഞ്ചി. രഘു ഫസ്റ്റിന് സെലക്ഷൻ കിട്ടാത്തത് കാരണം ബിഗ് ബോസിൽ അനീഷിനെ പോലെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളി. രഘു ഫസ്റ്റിന് സെലക്ഷൻ കിട്ടാത്ത കാരണം കബീറിന്റെ അടുത്ത് പറയും നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇവിടുന്ന് ഒളിച്ചോടാന്ന് പറയും. ആൻഡ് കബീഷ് വാസ് ലൈക്ക്. അങ്ങനെ ഈ ആത്മമിത്രങ്ങൾ പിരിയുകയാണ്. കഴിഞ്ഞിട്ടില്ല, കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ ഇതാണ് പ്രതികാരം ചെയ്യാനുള്ള കാരണം. ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ. രഘു ഫസ്റ്റ് ഒരു മൊണ്ണയാണെന്നും സർവോപരി ചതിയനാണെന്നും കാവ്യനെ അറിയിക്കും. ലവളാണെങ്കിൽ ഇവൻ പറയണൊക്കെ വിശ്വസിക്കും, വെള്ളം തുടങ്ങാതെ വിഴുങ്ങുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ കാവ്യ ചേച്ചി മിനിസ്റ്ററിനെ വിളിച്ച് തനിച്ചൊന്ന് കാണണമെന്ന് പറയും. അപ്പൊ തന്നെ നമ്മുടെ രഘു ഫസ്റ്റ് ഇവരെ കൊല്ലാനായിട്ട് ആളെ വിടും. അപ്പൊ തന്നെ മനസ്സിലാവും മിനിസ്റ്ററും കലിയുടെ ആളാണ്. ഇടയിൽ കബീഷിനൊക്കെ പിടിച്ച് സീക്രട്ട് ഏജന്റ് ആക്കിയവൻ ആരുടെ? ഇവൻ ഈ പണി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാറിൻ്റെ അകത്ത് കയറി കൊണ്ടടിക്കുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു സ്റ്റീം പറയാൻ വിട്ടുപോയി മോനെ. നമ്മുടെ രഘു ഫസ്റ്റ് F1 നടക്കുന്ന സ്ഥലത്തൂടെ ബോട്ട് ഓടിക്കുന്ന ഒരു സീനുണ്ട്. എന്റെ പൊന്നോ, നിനക്ക് എന്താ വയ്യേ? ഇതിന് പ്രതികാരമായിട്ട് നമ്മുടെ കബീഷ് മന്ത്രിയെ വെട്ടിവെച്ച് കൊല്ലും. ഒരു വീട് രഘു ഫസ്റ്റിനിട്ടും കൊടുക്കും. പ്ലാൻ മൂഞ്ചത് കാരണം രഘു ഫസ്റ്റ് കബീഷിനെ വിളിച്ചിട്ട് പറയും ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ, ഇനി നമുക്ക് ഇട്ടിച്ച് തീർക്കാം. കബീഷിനെ കണ്ടോടനെ രഘു ഫസ്റ്റ് മാക്സിമം ചൊറിയും. നീ ഒരു മാൻഡ്രേക്കാണ്, നിന്റെ കൂടെ നടന്നവരൊക്കെ മുട്ടിഞ്ഞു പോകണ്ടെന്ന് പറയും. സ്നേഹിച്ച പെണ്ണ് വെടികൊണ്ട് ചത്ത്, കവാസ്താർ കണ്ടവന്റെ വെടികൊണ്ട് ചത്ത്, സ്വന്തം ആശാനെ നീ തന്നെ വെടിവെച്ച് കൊന്നു. ഇവനൊക്കെ എന്തിന്റെ കുഞ്ഞാണാവോ? കമ്പി വെച്ച് കുത്തിയാൽ പോലും ഇവന്മാർക്കൊന്നും ഒന്നും ആവണില്ല. ഇവനൊന്നും ചാവൂലാവോ? അവസാനം രഘു ഫസ്റ്റിന്റെ നെഞ്ചത്ത് ഐസ് കട്ട വെച്ച് കുത്തിയിട്ട് പുള്ളിനെ ഉപദേശിച്ച് നന്നാക്കും കബീഷ്. കബീഷിന്റെ ഉപദേശ കൊണയടി കേട്ടിട്ട് രഘു ഫസ്റ്റ് നന്നാവും. എന്നിട്ട് PM-ന്റെ എവിടെയാണ് ബോംബ് വെച്ചേക്കണെന്നും പറഞ്ഞു കൊടുക്കും. രഘു ഫസ്റ്റും കബീഷും ചേർന്ന് കലിയുടെ ബാക്കിയുള്ള മെമ്പേഴ്സിനെയൊക്കെ കൊല്ലും. പടം തീർന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.